ഇതാ കണ്ടോളൂ, 17 വർഷങ്ങൾക്ക് ശേഷം RCB കപ്പ് ഉയർത്തുന്ന കാഴ്ച. അങ്ങനെ സമയം ഇപ്പോൾ ഏകദേശം 12:30 മണിയായി. ഇപ്പോൾ എണീക്കുന്നുള്ളൂ. നല്ല ഫുള്ള് വീഡിയോയിൽ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 5 മണിയല്ലായി. അപ്പോൾ ഇനി നേരെ കുളിക്കുക, ഭക്ഷണം കഴിക്കുക, നേരെ കളി കാണാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടിലേക്ക് പോവുക. 1.5 മണിക്കാണ് കളി. പക്ഷേങ്കിൽ അവിടെ കുറേ നടക്കാനുണ്ട്. അതെല്ലാം കഴിഞ്ഞ് അങ്ങ് എത്തുമ്പോഴത്തേക്ക് ഏകദേശം ടൈം കറക്റ്റ് ആയിരിക്കും. പിന്നെ പറ്റുമെങ്കിൽ ഇവിടെ എന്തെങ്കിലും കുറച്ച് ഈ സൈഡ് സീനിലൊന്ന് കണ്ടിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ. ഇവൻ ഓൾറെഡി കുളിച്ച് മാറ്റി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഇനി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ഇനി ഫുഡ് കഴിച്ചിട്ട് നേരെ ഗ്രൗണ്ടിലേക്ക്. ഇനി റൂമിൽ നിന്നുള്ള വ്യൂ ഇന്നലെ രാത്രി കാണിച്ചിന്. അപ്പോൾ ഇതാണ് റൂമിൽ നിന്നുള്ള വ്യൂ വരുന്നത്. ഏകദേശം ഒരു 4 മണിക്കെങ്കിലും അവിടെ എത്തണ്ടേ? ഒരു 5 മണിക്ക് എത്താം. 5 മണിക്ക് ഗ്രൗണ്ട് ആൾക്കാർ പോകുന്ന വൈബ്. പിന്നെ മാത്രമല്ല, ഈ അവിടുന്ന് കുറേ നടക്കാനുണ്ട്. വണ്ടി ഇറങ്ങിയിട്ട് അവർക്ക് 1 കിലോമീറ്ററിന് മുകളിൽ നടക്കാനില്ല. എൻ്റെ കാര്യം പോക്ക് തന്നെയാ. ഇല്ല, ഞാൻ കഴിഞ്ഞ തവണ പോയല്ലേ. അങ്ങനെ റൂമെല്ലാം ക്ലോസ് ചെയ്ത് നമ്മൾ ഇവിടുന്ന് വിടുകയാണ്. എത്ര 1:30 മണിയല്ലേ ഇപ്പോൾ? 1:30 മണി. ഇനി ഹോട്ടലിൽ നിന്ന് നേരെ കൊടുക്കണം ചാവിൻ്റെ പോക്കറ്റിൽ കേട്ടോ. ഓക്കെ, നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോകാലോ. ഇവരോട് ചോദിച്ചേക്കട്ടെ, നല്ല ഫുഡ് കിട്ടുക. അതിൻ്റെ തൊട്ടടുത്തൊരു ഹോട്ടൽ കാണുന്നുണ്ട്, പഞ്ചാബി ഹോട്ടൽ. അപ്പോൾ അത് വലിയ മോശമില്ല, പിന്നെ കുറച്ച് ദൂരം പോകണം എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനെല്ലാം അവിടെ തന്നെ കഴിച്ചിട്ട് പോകാലോടാ. അവിടെ പഞ്ചാബി ഒരു ഇത് കാണുന്നുണ്ട്, റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്. നമ്മളെ ലെഫ്റ്റ് എത്തിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ പഴയ മോഡൽ ലിഫ്റ്റാണ് ഇവിടെ ഉള്ളത്. ഗ്രൗണ്ട് നമുക്ക് നോക്കാം. പക്ഷെ നമുക്ക് ഇന്ന് ക്ലോസ് ആയിരിക്കില്ല. നമുക്ക് അവിടെ ആണെങ്കിൽ പോരാ. ഇന്നലെ വന്നിട്ട് നോക്കുമ്പോൾ എല്ലാം ക്ലോസ് ആയിരുന്നു. ലാസ്റ്റ് അതിൻ്റെ ബേസ്മെൻറ്റിൽ നിന്നാണ് നമ്മൾ കയറിയത്. അവിടെ ഈ ഒരു വഴിയാണ് ഇന്നത്തെ. ഇത് ഇന്നലെ ഈ ഒരു വഴിയാണ് ഇന്നലെ ഫുള്ള്. ഇത് ഇന്നലെ വരുമ്പോൾ ഇതെല്ലാം പൂട്ടിയിട്ടാണുള്ളത്. ഇതിൻ്റെ താഴെ തന്നെ കുറച്ച് പരിപാടികളും കാണുന്നുണ്ട്. മറ്റേ ഇതാ ലോണ്ടറി ചെയ്ത്, അല്ലെങ്കിൽ ടൈലർ ഷോപ്പാ. ഇതായിരിക്കും അല്ലേ, ലോണ്ടറി ആയിരിക്കും അല്ലേ? ടേപ്പ് മാത്രം ആയിരിക്കും അല്ലേ? ഇവിടെ പിന്നെ ചെറിയൊരു മാർക്കറ്റ് കാര്യങ്ങളിലും ഇതിൻ്റെ സൈഡിൽ തന്നെ കാണുന്നുണ്ട്. ഉന്തുവണ്ടിയിലൂടെ ഡ്രസ്സ് കാര്യങ്ങളിലാണ് ഇവിടെ വിൽക്കുന്നത്. നമുക്ക് വെറുതെ ചോദിച്ചു നോക്കാം. നമ്മുടെ നാട്ടിൽ നല്ല ഓഫർ എന്ന് പറഞ്ഞല്ലേ, ഇവിടെ ഒരു ടോപ്പിന് എത്ര വരുന്നുണ്ട് എന്നുള്ളത് ഇവിടെ ചോദിച്ചു നോക്കാം. ഇവിടെ ഡെയിലി വെയർ ഐറ്റംസ് അങ്ങനെയുള്ള എല്ലാം ഉണ്ട് ഇവിടെ. ക്യാരറ്റ് ഡൈസോ. ഇതാണ് നേരത്തെ കണ്ട മാർക്കറ്റ്. ഇത് ഹോൾസെയിൽ മാർക്കറ്റാ. നല്ല കനത്ത ചൂടല്ലേ? ഇന്ന് കളിക്ക് മഴ ഉണ്ടാകാൻ ചാൻസ് കാണില്ലല്ലോ ഇവിടെ. ഇവിടുത്തെ കാലാവസ്ഥ വെച്ചിട്ട് നല്ല ചൂടുണ്ട്. ഇതിൻ്റെ അകത്തുള്ള ചെറിയൊരു മാർക്കറ്റാണ്. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ റൂമിൽ നിന്ന് ഇറങ്ങിയ പാടെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ മാർക്കറ്റാണ്. ഇതാ ഇവിടെ ഇങ്ങനെ നമ്മളെ എന്താ പറയുക, ബേക്കറി ഐറ്റംസ് എല്ലാം ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചെരുപ്പ് കാര്യങ്ങൾ, ഡ്രസ്സ്, അങ്ങോളം ഒരു വലിയ മാർക്കറ്റാണിത്. എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. നമ്മളെ സ്റ്റീൽ ഐറ്റംസ്, ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഉണ്ടല്ലോ, അതുണ്ട്. അത് കൂടാണ്ട് ഡ്രസ്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട്. ഇത് വെള്ളം വെട്ടുന്ന ഷോപ്പ്. ഇത് അതിങ്ങനെ പാക്കറ്റ് ആക്കിയിട്ടുണ്ട്, ഇങ്ങനെ ലൂസാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു പഞ്ചാബി റെസ്റ്റോറൻറ്റിലാണ് കയറുന്നത്. ഇങ്ങനെ നോക്കി വന്നതാണ്. ഒരു ചെറിയൊരു ഹോട്ടലാണ്. എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അങ്ങനെ ഇതാ നമ്മളെ താലി എത്തിയിട്ടുണ്ട്. ഇതാണ് താലി. ഇതിന് 120 രൂപ റേറ്റ് വരുന്നത്. ഇതിൽ വരുന്നത് ഒരു റൊട്ടി, നമ്മുടെ ചപ്പാത്തി, പിന്നെ സലാഡുണ്ട്, പിന്നെ റൈസ്. ഇത് മറ്റൊരു ബസ്മതി റൈസെല്ലാം പോലത്തെ റൈസല്ലേ, റൈസ് ഉണ്ട്. പിന്നെ ഒരു വെജ് ഉണ്ട്. രണ്ട് ടൈപ്പ് കറി ഉണ്ട്. ഒന്ന് ദാലാന്ന് തോന്നുന്നു. 2 ടൈപ്പ് കറി. പിന്നെ ഇത് നമ്മുടെ യോഗട്ടായിരിക്കും. ഇതിലേക്ക് ദാൽ കറിയും, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മറ്റേ എന്താ പറയുക, ഗ്രീൻ പീസിലും വരുന്നൊരു കറിയുണ്ട്. അതും നമ്മളെ യോഗട്ട്, അതും കൂടി ഒന്ന് മിക്സ് ആക്കുക നന്നായിട്ട്. എന്നിട്ട് ഒന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ താലി. അപ്പം പറയുന്നില്ല, അടിപൊളി. 310 രൂപയാണ് ആയത്. 100 രൂപ ചോറിന് വരുന്നതാ. 100 രൂപ ചോറ് എക്സ്ട്രാ മീലിന്, പിന്നെ ചോറിന് 50 രൂപ, പിന്നെ വെള്ളത്തിന് 20 രൂപ. 310. അങ്ങനെ ഒരു വലിയ റേറ്റോ കാര്യങ്ങളൊന്നും അല്ല, നോർമൽ റേറ്റ്, നല്ല റേറ്റാ. അല്ല, ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടല്ല, നല്ല വയറും നിറഞ്ഞല്ലോ. അടിപൊളിയാ. നല്ല ഭയങ്കര ചൂടല്ല, ഭയങ്കര ചൂടാണ് ഇവിടെ. ഈ ടൈമാണ്. എത്ര ടൈമായി? ഏകദേശം 2 മണി കഴിഞ്ഞ്, 2:15. നമ്മുടെ നാട്ടിൽ ഒരു മാർച്ചിലും ഏപ്രിലും ഉണ്ടാകുന്ന ചൂടില്ലേ, അതേ ഒരു ചൂടുണ്ട് ഇവിടെ. ഊബറിന് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഓട്ടോ തന്നെ ബുക്ക് ചെയ്തേട്ടാ. നമ്മൾ ഊബർ എത്തിയിട്ടുണ്ട്. ഓക്കെ, പിൻ നമ്പർ ഏജൻസി ഇവിടെയാണ് കളിക്കാറിലുണ്ടാവുക എന്ന് പറയുന്നത്. നമ്മുടെ ഓട്ടോ ചേട്ടൻ ഇപ്പൊ കാണുന്നത് അട്ടൽ ബ്രിഡ്ജാണ്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണിത്.
അപ്പോൾ അതിൻ്റെ ഒരു ഫ്രണ്ട്സായിട്ട് കാണുന്നത് നമ്മളെ പവർ വൈൻ്റെ ഒരു പൈസ എല്ലാം കൊടുത്ത് നമ്മൾ പോവാണ്. നയ ഫോളോവർ എന്നാ ഓക്കെ. ഇങ്ങനെയുണ്ട് ആള്. അത് നമ്മളെ കോഹ്ലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോഹ്ലിൻ്റെ അവരുണ്ട് അവിടെ വന്നിട്ട് എല്ലാവരും ക്യാമറ കണ്ണുകൾ ഫുള്ള് അവൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ആർസിബിൻ്റെ പെയിന്റ് ചെയ്യുന്നുണ്ട് മുഖത്ത്. 4:10 ഉള്ളൂ ടൈം. പക്ഷെ മയക്കുള്ള സാധ്യത നല്ല സാധ്യത വിളിച്ചു പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ പേഴ്സണൽ മൊബൈൽ എല്ലാം ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതുകൂടാണ്ട് പിന്നെ അതുപോലെ പാനി തമ്പാക്കം ചവച്ചിട്ട് ആൾക്കാർ കാരണം 1,00,000 ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. കാരണം അതിന് അത്രത്തോളം ആൾക്കാർ ഇവിടെ കാണാനുണ്ടാവും. ഗേറ്റ് മെയിൻ ഗേറ്റ് കടന്ന് നമ്മൾ ഉള്ളിലേക്ക് എത്തിയത് അത്രയും ആൾക്കാർ ഇനി ഉള്ളിലേക്ക് കയറാനുണ്ട്. ആൾക്കാർ ഇങ്ങനെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. മഴക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നല്ല കാറ്റ്. ഇപ്പോൾ ഓൾറെഡി 4:30 മണിയായിട്ടുള്ളൂ. നല്ല എന്താ പറയുക കാർമേഘമുണ്ട്. ഇത് കണ്ട ഒഴുകി വരുന്ന ജനം കണ്ട. മഴക്ക് നല്ല സാധ്യത ഉണ്ടായിട്ടും ആൾക്കാരെല്ലാം ഞങ്ങൾ ഗാലറിയിലേക്ക് അവരെ സ്റ്റേഡിയത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. മഴ മാറി തുടങ്ങി. കാറ്റ് മഴ ഒടുക്കത്തെ കാറ്റ്. ചിക്കിങ് എല്ലാം കഴിഞ്ഞ് നേരെ അകത്തേക്കോ. മഴ പെയ്ത് എല്ലാ റോഡും എന്താ. സാത്തി നമ്മൾ IPL ട്രോഫീൻ്റെ മാതൃകയിൽ ഇതാ വലിയൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടാ. ഒരു ബലൂൺ ടൈപ്പ് ആയിട്ട്. അതിന് മുമ്പ് ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് എന്നെ പോലെ തന്നെ. സ്വർണ്ണ മനുഷ്യൻ നമ്മൾ IPL. ഹായ് സാർ. മഴയതിനു ശേഷം കവേഴ്സ് എല്ലാം അതിൻ്റെ പിച്ചിൽ നിന്ന് മാറ്റുന്ന കാണുന്നത്. ഓക്കെ, ഒരു വെള്ളം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു ബോട്ടിൽ വെള്ളത്തിന് ഇവിടെ ചാർജ് വരുന്നത് 100 രൂപയാണ്. ഓക്കെ, പെപ്സി क्या रेट है? मिरिंडा कैंपा 68 ग्लास. हाँ हाँ, ये पानी एक बोतल ग्लास का कितना होता है? वो ग्लास का 20. ആ ഓക്കെ. ബ്ലോക്ക് ജെയിൽ 282-83 ഗേറ്റ്, അതായത് 282 ഈ ഗേറ്റിലാണ് ഇപ്പോൾ നമ്മൾ കയറുന്നത്. അതിനകത്ത് സീറ്റ് നമ്പർ വരുന്നത് 38 KK. ഓക്കെ, അങ്ങനെ ഞങ്ങളെ ഗാലറിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് നമ്മളെ സ്റ്റേജ് കൊണ്ടുവരുന്ന കേട്ടോ. അപ്പം ഇന്ന് ഫൈനലായതുകൊണ്ട് ഓൾറെഡി ഇപ്പം കുറേ എന്തെങ്കിലും ഷോ കാര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇപ്പം തന്നെ സ്റ്റേജ് വെക്കുന്നുണ്ടാവുക. ഓക്കെ, സ്റ്റേജ് അങ്ങനെ ആൾക്കാർ ഇങ്ങനെ ലൈനായിട്ട് കൊണ്ടുവരുന്നതാ. പ്ലേയേഴ്സ് എത്തി തുടങ്ങി RCBൻ്റെ. ഫൈനലിൻ്റെ ഓപ്പണിംഗ് സെറമണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 6:15 ഇപ്പോൾ ടൈം. ഇനി 1.5 മണിക്കൂർ കൂടി 1.25 മണിക്കൂർ കൂടി ഉണ്ട്. അടുത്ത ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ശങ്കർ മാധവൻ്റെ അടിപൊളി ഒരു പാട്ടുകളാണ്. ഓപ്പണിംഗ് സെറമണി കഴിഞ്ഞ് സെക്കൻഡുകൾ കൊണ്ട് തന്നെ പിന്നെ എന്താ പറയുക ആ സ്റ്റേജെല്ലാം റിമൂവ് ചെയ്യുന്ന കാഴ്ച ഇപ്പം കാണുന്നത്. ടോസ് ഇടാൻ പോവാണ്. വിജയം നിർണ്ണയിക്കുന്നവരെ ടോസാണ്. കാരണം ഇതുവരെ ടോസ് കിട്ടിയ ആൾക്കാരാണ് കൂടുതൽ ജയിച്ചിട്ടുള്ളത്. പഞ്ചാബിന് ടോസ് കിട്ടിയിരിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യാനായി കറക്റ്റ് 7:21. ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈമിങ്ങാണ്. കാരണം ഇതാ 7:21 ബാറ്റേഴ്സ് ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ സായിട്ടും കോഹ്ലിയാണ് ഇപ്പോൾ പോകുന്നത്. കോഹ്ലിക്കെതിരെയുള്ള ആദ്യ ഗോള് ജിമ്മീസാണ് ബോൾ ചെയ്യുന്നത്. പല ആൾക്കാരെ ഒരു ചോദ്യം അങ്ങനെ നമ്മൾക്ക് റിപ്ലൈ കാണാൻ പറ്റുമെന്നുള്ളത്. അതിന് 2 സൈഡിൽ, അതായത് ഇതിന്റെ 2 സൈഡിൽ നമുക്ക് സ്ക്രീൻ ഉണ്ട്. അതിന് സ്കോർ, റിപ്ലൈ, കാര്യങ്ങൾ എല്ലാം നമുക്ക് കൃത്യമായിട്ട് കാണുന്നത്. ഈ ഓവറിലെ ലാസ്റ്റ് ബോള് പല ആൾക്കാരെ ഒരു ഡൗട്ടാണ്. എങ്ങനെ ഈ എല്ലാം ഒരേ സൈഡിൽ തന്നെയാണ് ബോൾ ചെയ്യുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് പിച്ച് മാറുന്നുണ്ടെന്ന് പല ആൾക്കാർക്കും അറിയില്ല. അപ്പൊ ഈ ഓവറായി. അപ്പൊ എന്ത് ചെയ്താ കീപ്പറെല്ലാം ഇങ്ങോട്ടേക്ക് വന്ന് അപ്പൊ ഇത് ഏകദേശം ഒരുപാട് ആൾക്കാർക്ക് അറിയാത്ത ആൾക്കാരാണ്. അതുപോലെ ഇതാ നമ്മുടെ കറക്റ്റ് 1 മിനിറ്റാണ് ഒരു ഓവർ കഴിഞ്ഞാൽ എന്തുള്ളത് ഗ്യാപ്പുള്ളത്. അത് അവിടെ സെക്കൻഡ് കാണിക്കുന്നുണ്ട്. ആ ഒരു മിനിറ്റിനുള്ളിൽ അവർ കറക്റ്റ് ബോൾ ചെയ്യുകയും ചെയ്യും. RCB ഫാൻസിന്റെ ഇടയ്ക്ക് 2 പഞ്ചാബി ആവേശ കടൽ തീർത്തുകൊണ്ട് ആരാധകർ സ്റ്റേഡിയത്തിൽ
കടൽ തീർത്തുകൊണ്ട് ഇതൊക്കെ നമുക്ക് കിട്ടുമോ? 7 ഓവർ 114. ഫൈനൽ സ്കോർ എത്ര വരും? 7 ഓവർ എത്ര എടുക്കും മാക്സിമം? അങ്ങോട്ട് ഒരു 80 റൺ കൂട്ടിക്ക, 190 റൺ. അതിനപ്പുറം പോയാലോ? ഓക്കെ. നമ്മുടെ ഷപ്പണ്ണ അല്ലെങ്കിൽ മറ്റേ കൃണാൽ പാണ്ഡ്യ കൃണാൽ പാണ്ഡ്യക്ക് നമ്മൾ ഷോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്രിക്കറ്റിലെ സ്ഥിരം ഒരു കാഴ്ചയാണ്. ഉമർ സൈനി അതല്ല സ്റ്റോണിസ് ആണെന്നോ അല്ലേ? ക്രിക്കറ്റ് മാന്യന്മാരുടെ കളിയാന്ന് പറഞ്ഞതുകൊണ്ടാണ്. ലാസ്റ്റ് ഓവറാണ് ഞാൻ പറഞ്ഞ അർഷദിക ബോൾ ചെയ്യുന്നത്. 6 റണ്ണിന്റെ അപ്പുറം കൊടുക്കില്ല. 6-7 മാക്സിമം. 10 റൺ പോലെ 10 താഴെ പോകും. ഇന്നിങ്സ് ബ്രേക്ക് ആയി. ഇനി ഒന്ന് പുറത്തേക്ക് ഒന്ന് വാഷ്റൂം പോകണോ, എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വാങ്ങിക്കണോ, അതിന് വേണ്ടി പോകും. ഇപ്പോഴത്തെ പുറത്ത് നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റാണ് പുറത്ത്. മഴയ്ക്ക് ചാൻസ് ഉണ്ടോ എന്ന് വെച്ച് ഈ കാറ്റിന് വായ വയ്യണ്ടാന്ന്. വേൽപൂരി ഉണ്ട്, സമൂസ ഉണ്ട്, അങ്ങനെ പല സാധനങ്ങളും ഇങ്ങനെ പുറത്തേക്ക് ഉണ്ട്. കേക്കിന് 100 രൂപ. വേൽപൂരി എനിക്ക് വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് വാങ്ങിക്കാം. നമുക്ക് സമൂസയോ അല്ലെങ്കിൽ മാഗി അങ്ങനെ തന്നെ വാങ്ങിക്കാം. വടപ്പാവ് കിട്ടുന്ന 80 2 പീസ്. ഓക്കെ. വാഷ്റൂമിലേക്കുള്ള തിരക്കായി കാണുന്നത്. ഇഷ്ടംപോലെ വാഷ്റൂം ഉണ്ട്. ഇതാ വാഷ്റൂമിനകത്ത് ഇത്ര റഷ് കാണില്ല. നമ്മള് തിരുവനന്തപുരത്ത് നമ്മളെ കളിയാണ് പോയി ഇന്ത്യ ഓസ്ട്രേലിയ. അവിടെ ഒരു വെള്ളത്തിന് ഒരു ഉപ്പ് വെള്ളത്തിന് 20 രൂപ ചാർജ് ചെയ്യുന്നത്. അങ്ങനെയാണ് പുറത്ത് രാജ്യത്ത് അതേ റേറ്റ്. പക്ഷെ ഇവിടെ കത്തി അവിടെ ഒരു ഹോട്ടലിൽ 100, പിന്നെ സമൂസക്ക് 250 നിങ്ങളോട് ചാർജ് ചെയ്യുന്നത്. വടാപ്പാവ് ഓക്കെ. നമ്മളെ ഇന്റർവെല്ലില് ഇംഗ്ലീഷും പറഞ്ഞില്ല. കയ്യിലേക്ക് പിന്നെ കളിയെത്തി. മനസ്സിലാ മുംബൈ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫൈനലൊരു 2 സൈഡ് ഒരു സ്ട്രോങ് ഉണ്ടാവുന്നുള്ളത്. പഞ്ചാബ് വന്നിട്ടുണ്ടെങ്കിൽ ഫൈനലാണ്. ഇതിപ്പോ ഒരു ഓൾറെഡി ഇവരെ ഇത് മാറി, ബോഡി ലാംഗ്വേജേ മാറി. തോറ്റ ആൾക്കാരെ കളിക്കുമ്പോൾ ഇപ്പം തന്നെ ആയിരുന്നു. ലാസ്റ്റ് 12 ബോള് 41 റണ്ണ് 42 റണ്ണുണ്ട്. ഉള്ളത് ശശാങ്കനെ കൊണ്ട് നടക്കുക തോന്നില്ല. പക്ഷെ സ്വന്തം നാടാണ്. ഏറ്റവും കൂടുതൽ പിന്നെ ആത്മാർത്ഥ പ്രയത്നിക്കുമെന്നാണ്. ബാക്കിയുള്ള ആൾക്കാർ ശ്രമിച്ചിട്ടില്ല. അതാ ഫസ്റ്റ് ബോൾ തന്നെ 6 അടിച്ചിട്ടുണ്ട്. അങ്ങനെ അവസാന ബോളിലേക്ക് പോവാണ്. RCB 18 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് കപ്പെടുക്കുന്നത്. അതൊരു രജത് പൊട്ടിയതാറിന്റെ ക്യാപ്റ്റൻസിയിൽ അതാ പോന്ന്. ആൾക്കാർ ചോദിക്കുമോ പിന്നെ നമ്മുടെ TV കളി കണ്ടപ്പോൾ അത്ര ക്ലിയർലി നമുക്ക് ഈ സ്റ്റേഡിയത്തിൽ കാണാൻ പറ്റും. പക്ഷെ ഈ ആരവും നമുക്ക് TV കിട്ടുക, ആ ആരവും കിട്ടുക. അങ്ങനെ നീണ്ട 17 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം 18ാമത്തെ സീസണിൽ നമ്മുടെ രജത് പട്ടിദാറിന്റെ ക്യാപ്റ്റൻസിയിൽ RCB ആദ്യമായിട്ട് കപ്പെടുക. ഞാൻ കുറച്ച് IPL മാച്ച് കണ്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഫൈനൽ മാച്ച് കാണാൻ വരുന്നത്. ഇനി എല്ലാ വർഷവും IPL ഫൈനൽ മാച്ച് കാണാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യും. അത്രക്ക് ആരോ ഒരു കായിക പ്രേമി എന്ന നിലയിൽ അത്രക്ക് സംതൃപ്തിയും കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും കാണാം. ബൈ ഫ്രം ടേസ്റ്റ് ആൻഡ് ട്രാവൽ.